ചെന്നൈ സൂപ്പർ കിങ്സ് തോറ്റു. കയ്യിലിരുന്ന കളിയായിരുന്നു. അവസാനം പടിക്കൽ കൊണ്ടേ കലോടച്ചു. ആരെപ്പറ്റി പറയുന്നതിന് മുമ്പ് CSK കണ്ടുപിടിച്ച മഹാ അത്ഭുത ഫിനിഷർ മാത്യു ഷോട്ട്. ഈ ഫിനിഷർ CSK അങ്ങോട്ട് ഫിനിഷ് ചെയ്തു. ഇവനൊക്കെ ഓസ്ട്രേലിയക്കാരനാണോ അല്ല അറിയാൻ ചോദിക്കുകയാണ്. ഞാൻ ഇങ്ങനത്തെ ഒരു ഓസ്ട്രേലിയക്കാരന്റെ കളി കണ്ടിട്ടേ ഇല്ല. യു ആർ ചേസിങ് 195 and this guy is taking 24 of 24, 25 of 25. ഇവന് 3 ഓവർ ബോളിംഗ് കൊടുത്തപ്പോ 18 ബോളിൽ 38 റണ്ണാണ് അവൻ കൊടുത്തത്. ആ റണ്ണെങ്കിലും തിരിച്ചടിക്കാനുള്ള മര്യാദ കാണിക്കണമായിരുന്നു. ഇവര് ബാറ്റ് പൊന്തിക്കാൻ പറ്റില്ല, അടിച്ച പൊന്തില്ലേ ബോള്. ആകെ എത്ര ഫോറോ, 1 ഫോറോ 2 ഫോറോ എന്താ അടിച്ചിരിക്കുന്നത്. വൻ ഫിനിഷർ. CSK മൊത്തത്തിൽ അങ്ങോട്ട് ഫിനിഷ് ചെയ്തു. ഇവൻ ബ്രവിസ് ഡക്കി പോകാനുള്ള കാരണം വരെ ഈ ചങ്ങായിയാണ്. ഇങ്ങനെ ഓരോ ബോൾ ഓരോ റൺ എടുക്കുമ്പോ ചെറുക്കന് പ്രഷർ കയറി ചെറുക്കൻ വന്നാൽ അടിച്ചു തൂക്കിപ്പോയി. ഈ സൺറൈസേഴ്സ് ഹൈദരാബാദിൽ 3 ലെഫ്റ്റീസ് ഉണ്ട്. ട്രാവിസ് ഹെഡ്, അതേപോലെ തന്നെ നമ്മുടെ അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ. സോ ഈ 3 ലെഫ്റ്റിക്കെതിരെ അഖിൽ ഹുസൈൻ ബോൾ ചെയ്താൽ ശരിയാവില്ല പറഞ്ഞിട്ടായിരിക്കും ഈ മഹാ അപരാധത്തിനെ കെട്ടിയെടുത്തത്. വന്നു അഭിഷേക് ശർമ്മ 1 ഓവറിൽ അടിച്ച് തൂറ്റിച്ചു വിട്ടു. എന്നാൽ ഇവ ബാറ്റിങ്ങിന് ഇറങ്ങിയാലെങ്കിലും തിരിച്ചടിക്കണ്ടേ. ഓസ്ട്രേലിയ അല്ല, ചെന്നൈ സൂപ്പർ കിങ്സിലെ ദുരന്തരാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം വേറെ ഏതോ ടീമിന്റെ സ്പൈ ഏജന്റ് ആണ് തോന്നുന്നു. കയ്യിലിരുന്ന കളിയെ എത്ര സിമ്പിൾ ആയിട്ട് ജയിക്കേണ്ട കളിയെന്ന് കൊണ്ടു തൊലച്ചു. ചെന്നൈ സൂപ്പർ കിങ്സ് ബാറ്റിംഗിന് ഇറങ്ങിയപ്പോ സഞ്ജു സാംസൺ ആസ് യൂഷ്വൽ 2 ബോളിൽ ആളെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഒരു ഹൈവേ പോലത്തെ വിക്കറ്റ് കിട്ടി. അണ്ണം വിചാരിച്ച തട്ടറോ തൂക്കറോ സുത്രോ 6 അടിക്കറോ ആ ഒരു ഇന്റന്റ് തന്നെയായിരുന്നു. ഇന്റന്റ് നല്ല തന്നെയായിരുന്നു, കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്നും സഞ്ജുവിന് വന്ന് അടിച്ച് ജയിപ്പിക്കാനാണ് വെച്ചാൽ ബാക്കിയുള്ള 10 വാഴകൾ എന്തിനാണാവോ. ഋതുരാജ് ആസ് എ ക്യാപ്റ്റൻ ബോളേഴ്സിനെ റൊട്ടേറ്റ് ചെയ്യാനും ഫീൽഡിംഗ് പ്ലേസ്മെന്റും ഋതുരാജിന്റെ നൈസാണ്. ഇനീഷ്യലി അഭിഷേക് ശർമ്മയൊക്കെ അടിച്ച് ഫീൽഡിങ്ങിനെ കുറെ കളിയാക്കി അടിച്ച് വിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ അണ്ണൻ ബോളേഴ്സിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് മുകേഷ് ചൗധരി റൗണ്ട് വിക്കറ്റ് ഒക്കെ വന്നിട്ട് ബ്രേക്ക് ത്രൂ ഒക്കെ കൊടുത്തു. ആ ഒരു കാര്യത്തിൽ ഋതുരാജ് ഈസ് ഫൈൻ. ബാറ്റിംഗ് ഒരു ക്യാപ്റ്റൻ കളിക്കേണ്ട നോക്കാണോ. 2 ഫോർ അടിച്ചു ആദ്യത്തെ ഓവറിലെന്തോ, രണ്ടാമത്തെ ഓവറിലെന്തോ. പിന്നെ ഞാൻ നോക്കുമ്പോ 30 റണ്ണൊക്കെ ആയിട്ടുണ്ടല്ലോ 12 ബോളിൽ എന്തോ. നോക്കുമ്പോ അതാ ആയുഷ് മാത്രം അടിച്ച റണ്ണാണ്. 19 റൺ 12 ബോളിൽ. ആ ആയുഷ് മാത്രയ്ക്ക് ഇഞ്ചുറി പറ്റിയ സമയത്ത് മറ്റേ ഫിസിയോന്റെ അടുത്ത് പോയിട്ട് തിരിച്ചു വന്നിട്ടുള്ളൂ. വെരി നെക്സ്റ്റ് ബോൾ ഋതുരാജ് സിംഗിൾ ഇട്ടിട്ട് ആ ചെറുക്കനെ ഓടിപ്പിച്ചിട്ട് റൺഔട്ട് ആവണ്ടായിരുന്നു. എന്തോന്ന് ക്യാപ്റ്റൻ ഇത്. ആയുഷ് മാത്രം പോയപ്പോ തന്നെ എനിക്ക് ഏകദേശം കളി കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലായി. ആൻഡ് ദ വെരി നെക്സ്റ്റ് ബോൾ ഋതുരാജ് അണ്ണനും പോയി. പിന്നെയാണ് ഈ ഷോട്ടും. സർഫറാസ് ഖാൻ നിന്നപ്പോ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ചെറുക്കൻ അടിക്കുന്നു. സർഫറാസ് ഖാൻ കയറിപ്പോയി. ബ്രവിസ് വന്ന പാടെ പോയി. ദൂബെ ഒന്നും ഒരു പ്രതീക്ഷ എനിക്കില്ല. പലരും 6 ചാമി 10 ചാമി പറയുന്നത്. ദൂബെ ഔട്ടായ ബോൾ കണ്ടാൽ മതി. ഫുട്ട് മൂവ്മെന്റേ ഇല്ല. മിഡിൽ സ്റ്റമ്പ് തെറിപ്പിച്ചു പോയി. എന്നോ ഒരു 10 കളി ഫ്ലൂക്കിന് അടിച്ചിട്ടുണ്ട് 2-3 6. അത് ഏറ്റവും വീക്കസ്റ്റ് ആയ ബോളറെ ടാർഗറ്റ് ചെയ്യും. ഓഫ് സൈഡിൽ ഇട്ട് അടിക്കാൻ പറ്റില്ല. ഫീറ്റ് മൂവ്മെന്റ് ഇല്ല. ഈ 2 എണ്ണം കൂടിയിട്ടാണ് കളി കൊണ്ടേ തൊലച്ചത്. ആ കമ്പോജ് എവിടെ? ഈസ് ആക്ച്വലി ബോളർ. കമ്പോജ് വന്നിട്ട് വരെ അവന് 6 അടിക്കാനുള്ള ഇന്റന്റ് ഉണ്ട്. ജാമി ഓവർട്ടനൊന്നും ഒരു ഫിനിഷറേ അല്ല. CSKക്ക് ഒരു ഫിനിഷർ ഇല്ല ആക്ച്വലി. ഇപ്പൊ ധോണിയാണ് CSKയുടെ ഫിനിഷർ. ഒരുത്തൻ ഉണ്ടായിരുന്നു വന്നിട്ട് അടിയേ ഓജി ഈസ് ബാക്ക് അടിയേ ഏതോ ഒരു ഇവന്റിൽ വന്നിട്ട് മറ്റേ ഇവരുടെ എന്തോ ഒരു ആനിവേഴ്സറി പരിപാടിക്ക് വന്നോട്ട് സാർ സൂപ്പർ ഫിറ്റ് ആയിരിക്കുന്നു സാർ, ഇനി 10 കൊല്ലം കളിക്കണോ സാർ. അന്ന് വണ്ടി ടെസ്റ്റിന് കയറിയതാണ്, ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. എന്റെ പൊന്നണ്ണ ഒന്ന് വായ അടച്ച് ഇരിക്കാൻ പറ്റും നിങ്ങൾക്ക്? ശിവകാർത്തികേയൻ. സൺറൈസേഴ്സ് ഹൈദരാബാദ് ബാറ്റിങ്ങിന് ഇറങ്ങിയ സമയത്ത് അവര് ഇന്റന്റ് എന്താ? 2 അടിച്ച് തൂറ്റിക്കുക. വളരെ വൃത്തിക്ക് ചെയ്തു. ഇവൻ ഋതുരാജ് ഫീൽഡിംഗ് പ്ലേസ്മെന്റ് ആ ഫീൽഡിനനുസരിച്ച് അവർ കളിക്കാൻ തുടങ്ങി. നല്ല നല്ല ബ്രേക്ക് ത്രൂ കൊണ്ടുവന്നു. ടുവേർഡ്സ് എൻഡ് കമ്പോസും ജാമി ഓവർട്ടനൊക്കെ കിഡു ബോളിംഗ് ആയിരുന്നു. 195 ഒക്കെ ഭയങ്കര ചേസബിൾ ആയിട്ടുള്ള ടോട്ടൽ ആയിരുന്നു. ദാറ്റ് ടു ഇൻ ദിസ് പിച്ച്. പറഞ്ഞിട്ട് കാര്യമില്ല. യോഗമില്ല. അമ്മിണിയെ പായ അങ്ങോട്ട് മടക്കി വെച്ചേക്ക്. സ്റ്റിൽ അവരാധ കളിയൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ കയ്യിലുള്ള കളിയായിരുന്നു, കൊണ്ട തൊലച്ചതാണ്. വി നീഡ് എ ഗുഡ് ഫിനിഷർ. അതിപ്പോ ധോണിയൊക്കെ തിരിച്ചു വന്നാൽ ധോണി പറയും ധോണി എന്താ 5 ബോളിൽ ചിലപ്പോൾ ധോണിക്ക് 2 6 അടിക്കാൻ പറ്റും. 2 6-ൽ ചിലപ്പോൾ കളി മാറും. ഇത് അതുമില്ല. ആൻഡ് റീപ്ലേസ്മെന്റ്സ് ആണ്.
എലിസിന് പരിക്ക് പറ്റി പറഞ്ഞിട്ട് സ്പെൻസർ ജോൺസൺ എടുത്തിട്ടുണ്ട്. സ്പെൻസർ ജോൺസന് പരിക്ക് പറ്റിയിരിക്കുകയാണ്. സ്പെൻസർ ജോൺസൺ എന്ന് വരാനാണ്? ഇപ്പൊ ഖലീൽ അഹമ്മദ് പോയി, ഇനിയിപ്പൊ അതിന് പകരം ആരെയാണോ എടുക്കുന്നത്? ഇപ്പൊ ആയുഷ് മാത്രയുടെ അവസ്ഥ അറിയില്ല. ആയുഷ് മാത്ര പോയി കഴിഞ്ഞു വെച്ചാൽ ടീമിന്റെ കംപ്ലീറ്റ് ബാലൻസ് തന്നെ പോയി. വേണമെങ്കിൽ ഊർവിൽ പട്ടേൽ വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടും വിചാരിക്കുന്നു. ആദ്യം ഋത്തുരാജ് ഈ പവർ പ്ലേ എന്നൊക്കെ മാറി 1 ഡൗൺ കളിക്കുക. ഋത്തുരാജ് വേസ്റ്റ് ആണ് പവർ പ്ലേയില്. ആക്സെപ്റ്റ് ദ ട്രൂത്ത്. എന്തോ ഋത്തുരാജിനെ കുറ്റം പറയാൻ പാടില്ല. ഋത്തുരാജ് അടുത്ത 5 കളി 500 അടിക്കും, 10,000 അടിക്കും. എന്താണ് ഗ്രേറ്റ് നോക്ക് അല്ലെങ്കിൽ ഗുഡ് നോക്ക് ഈസ് റൗണ്ട് ദ കോർണർ. ഏത് കോർണർ? എവിടുത്തെ കോർണർ? എന്താ IPL കഴിഞ്ഞിട്ടാണ് ഇനി കോർണർ വരാൻ പോണത്? ഈ തൂറി തോറ്റിന്റെ വെച്ച് ഇത്ര സങ്കടമില്ല. ഇത് കയ്യിലിരുന്ന കളിയൊക്കെ കൊണ്ട് തൊലയ്ക്കുമ്പോ ബ്രവിസിനൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ചെറുക്കിന് പ്രഷറായി. ഇത് തൊട്ടടുത്ത് നിൽക്കുന്നത് ഒരു മരവാഴ സിംഗിൾ ഇട്ട് കളിക്കുമ്പോൾ ബ്രവിസിന് കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്നാൽ ടുവേർഡ്സ് ഒരു 14-15 ഓവേഴ്സ് ആകുമ്പോഴെങ്കിലും ഈ അലവലാതെ അടിക്കാനുള്ള ഇന്റന്റ് കാണിക്കും. എന്നാ സ്റ്റംപെങ്കിലും അടിച്ച് തെറിപ്പിച്ച് പെട്ടെന്ന് പോയിട്ടുണ്ടെങ്കിൽ ബാക്കി വരുന്ന പ്ലേയേഴ്സിന് ഒരു 4 ബോൾ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഓവർ 10 ഒരു 5 ബോൾ കൂടുതൽ കിട്ടിയെന്ന് വെച്ചാൽ മേ ബി തിങ്സ് വുഡ് ഹാവ് ബീൻ ഡിഫറെന്റ്. എനിവേസ് CSKയുടെ അടുത്ത കളി മുംബൈ ഇന്ത്യൻസ് ആയിട്ടാണ്. മുംബൈയുടെ അവസ്ഥയും ചെന്നൈയുടെ അവസ്ഥയും ഏകദേശം ഒരേപോലെയാണ്. നോക്കാം, പാക്കല.